തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. വചനാമൃതം 1-ാം വോള്യത്തിൽ 9-ാം ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. അതിൽ1-ാം അധ്യായം 1883 ഏപ്രിൽ 8 ഞായറാഴ്ച ഭഗവാൻ ദക്ഷിണേശ്വരത്ത് ഭക്തന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിൽ പ്രത്യേകിച്ച് മണിമല്ലികനുമായിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. അതിൽ തന്നെ കുറച്ച് ബാക്കിയുള്ളത് മണിമല്ലികൻ്റെ കാശി യാത്രയെക്കുറിച്ചുള്ളൊരു വിശേഷം അതിനകത്ത് പറയുന്നുണ്ട്. 2-ാം അധ്യായമാകുമ്പോൾ മണിമല്ലികൻ കാശി യാത്ര നടത്തി മടങ്ങി വന്ന് കാശിയിൽ പോയ കാര്യങ്ങളൊക്കെ ഭഗവാൻ മണിമല്ലികനോട് ചോദിക്കുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മണിമല്ലികനോട് ചോദിക്കുന്നത് കാശിക്ക് പോയിരുന്നു അല്ലേ, എന്നിട്ട് അവിടെ വല്ല മഹാത്മാക്കളെയും കണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും മണിമല്ലികനോട് ഭഗവാൻ ചോദിച്ചത്. അപ്പോൾ അതിന് മണിമല്ലികൻ അതിനുത്തരമായിട്ട് പറഞ്ഞത് ത്രൈലിംഗസ്വാമിയെയും ഭാസ്കരാനന്ദൻ ഇവരെയെല്ലാം കാണാൻ പോയിരുന്നു, അവരെയൊക്കെ കണ്ടു എന്നാണ് മണിമല്ലികൻ മറുപടി പറഞ്ഞത്. ഈ ത്രൈലിംഗസ്വാമി, അപ്പോൾ ത്രൈലിംഗസ്വാമിയും ഭാസ്കരാനന്ദനെയും കണ്ട വിശേഷങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന് ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് അറിയാം. ഈ ത്രൈലിംഗസ്വാമിയുടെ പ്രത്യേകത, അദ്ദേഹം വാരണാസിയിൽ ഏതാണ്ട് അദ്ദേഹത്തിന് 287 വർഷം ജീവിച്ചിരുന്ന ഒരു യോഗിയാണ്. അതായത് ഇപ്പോൾ ഇദ്ദേഹം കാണുമ്പോൾ, അതായത് മണിമല്ലികൻ കാണുമ്പോൾ 285 വയസ്സ് ആയിക്കഴിഞ്ഞു. 285-ാമത്തെ വയസ്സിലാണ് ഈ ത്രൈലിംഗസ്വാമിയെ മണിമല്ലികൻ കാണുന്നത്. അപ്പോൾ എത്ര സുദീർഘമായ ഒരു ആയുസ്സുണ്ടായിരുന്ന ഒരാളാണ്. 1607 ത്രൈലിംഗസ്വാമിയുടെ ജനനം സൂചിപ്പിക്കുന്നത്. അത് തന്നെ 1500 സംതിങ് എന്നുള്ള ചില കണക്കുകളൊക്കെ പലയിടത്തും ഉണ്ട്. എങ്കിലും അതിൻ്റെ ഒരു ആധികാരികത വെച്ച് കണക്കാക്കിയിരിക്കുന്നത് 1607 ആണ് ജനിച്ചിരിക്കുന്നത്. 1607. സമാധിയാകുന്നത് ഭഗവാൻ സമാധിയായതിനു ശേഷം, ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹാസമാധിക്ക് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ്. 1887 സമാധിയാവുന്നുള്ളൂ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ജനിക്കുന്നതിനും 229 വർഷം മുൻപാണ് ജനിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ 1836 ജനിക്കുമ്പോൾ ത്രൈലിംഗസ്വാമിക്ക് അന്നേ ഉണ്ട് 229 വയസ്സ്. ആലോചിച്ച് നോക്കുക ആ പ്രായത്തിൻ്റെ. ശ്രീരാമകൃഷ്ണദേവൻ്റെ മഹാസമാധി കഴിഞ്ഞ് അദ്ദേഹം അടുത്ത വർഷം സമാധിയായ ഇദ്ദേഹം ആന്ധ്രയിലെ വഴിനഗരം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ജീവചരിത്രക്കുറിപ്പ് കണ്ടത് ഇങ്ങനെയാണ്. ആന്ധ്രാപ്രദേശിലെ വഴിനഗരം എന്ന സ്ഥലത്താണ് ജനിച്ചത്. ശിവശർമ്മ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തെ പേര്. ഇദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കൃത്യമായ വർഷം സംബന്ധിച്ച് പലതരത്തിൽ പറയുന്നുണ്ട്. അതായത് 1529 ജനിച്ചിട്ടുണ്ടെന്ന് ചിലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ആധികാരികമായി പിന്നീട് 1607 ജനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്.
ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് നരസിംഹ റാവു, അമ്മയുടെ പേര് വിദ്യാവതി ദേവി. ഈ മാതാപിതാക്കൾ വലിയ ശിവഭക്തരായിരുന്നു. അപ്പോൾ കാളി സാധനയായിരുന്നു മാതാപിതാക്കൾ ഇദ്ദേഹത്തിന് നിർദ്ദേശിച്ചത്. ഈ കുട്ടിയെ കാളി സാധകനായിട്ടാണ് വളർത്തിയത്, ഈ ശിവശർമ്മയെ. അങ്ങനെ പിന്നീട് വളർന്നു വന്ന അദ്ദേഹം സന്യാസം സ്വീകരിച്ചപ്പോൾ സ്വാമി ഗണപതി സരസ്വതി എന്നുള്ള പേരാണ് സ്വീകരിച്ചത്. സ്വാമി ഗണപതി സരസ്വതി. അത് സന്യാസം സ്വീകരിക്കുന്നത് 1737 അതായത് 130 വയസ്സുള്ളപ്പോഴാണ് സന്യാസം സ്വീകരിക്കുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഈ പ്രായത്തിനെ വെച്ച് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നും നമുക്ക്. 130 വയസ്സിൽ സന്യാസം സ്വീകരിക്കുന്നതേ ഉള്ളൂ അദ്ദേഹം. എന്നിട്ട് 1737 ഈ 130ാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ച് 1737 വാരണാസിയിൽ വന്നിട്ട് താമസം ഉറപ്പിച്ചു. വാരണാസിയിൽ വന്ന ശേഷമാണ് അദ്ദേഹത്തിന് ത്രൈലിംഗസ്വാമി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ മഹാത്മാവിനെയാണ് നമ്മുടെ മണിമല്ലികൻ കണ്ടിട്ട് വന്നത്. അതുകൊണ്ട് ഭഗവാൻ ചോദിച്ചു, കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ മണിമല്ലികനോട് ചോദിച്ചു. ത്രൈലിംഗസ്വാമിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ മണിമല്ലികൻ അവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ചില കഥകൾ ഭഗവാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് മുമ്പ് പല അത്ഭുതങ്ങളും കാണിക്കുമായിരുന്നു എന്ന ആളുകൾ പറഞ്ഞു. പല അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അത്ര ഒന്നുമില്ല. അതായത് ഇപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള അത്ഭുത പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയായിട്ട് ഒരിടത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ പരീക്ഷിക്കാനായിട്ട് ഒരു ബക്കറ്റ് നിറച്ച് ഉഗ്രവിഷം കലക്കി അദ്ദേഹത്തിന് കൊടുത്തു. ഒരു ബക്കറ്റ് നിറച്ച്. ആ ബക്കറ്റ് നിറച്ചും ഉള്ള വിഷം അദ്ദേഹം മുഴുവനും കുടിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തെക്കുറിച്ച്, അങ്ങനെയുള്ള അത്ഭുത കഥകളൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ നാട്ടിൽ അധികം അറിഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ ശ്രീരാമകൃഷ്ണദേവൻ അടുത്ത് ചോദിച്ചത് ഭാസ്കരാനന്ദനുമായി കണ്ടു എന്നാണ്. സ്വാമി ഭാസ്കരാനന്ദയെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് മണിലാൽ മല്ലികൻ പറഞ്ഞത്, അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ തന്നു. അതായത് പാപത്തിൻ്റെ വഴിക്ക് പോകരുത്, പാപചിന്ത കൈവിടണം, ഈശ്വരൻ ഇങ്ങനെയെല്ലാം ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നു, എങ്ങനെയെല്ലാം ചെയ്യാൻ ആവശ്യപ്പെട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പുണ്യമുണ്ടാകും. ഇതാണ് ഭാസ്കരാനന്ദ സ്വാമി മണിമല്ലികന് കൊടുത്ത ഉപദേശം. ഇവിടെയാണ് ഭഗവാൻ നൽകുന്ന മറുപടിയാണ്. ഭാസ്കരാനന്ദ സ്വാമി പറഞ്ഞ ആ ഉപദേശത്തിന് ഭഗവാൻ ഒരു മറുപടി പറയുന്നുണ്ട്. അതാണ് ഭഗവാന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ആ മറുപടി. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലാണ് ഭഗവാൻ തൻ്റേതായ ഒരു വഴി ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴി. കാരണം ഈ പാപചിന്ത എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഈ ഭാസ്കരാനന്ദ സ്വാമി പറഞ്ഞ പോലെ അങ്ങനെ ഒരു വഴിയുണ്ട്. ഈ ഭാസ്കരാനന്ദ സ്വാമി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു വഴിയുണ്ട്. എന്ത്? ഈ പാപചിന്ത ഉള്ള വഴിയിലൂടെ പോകരുത്, അല്ലെങ്കിൽ പാപചിന്ത കൈവിടണം. ഇപ്പം ഈശ്വരൻ എങ്ങനെയെല്ലാം ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ പുണ്യമുണ്ടാകും. അതായത് അതിനകത്തെ പ്രധാന 2 വാക്കുകൾ, ഭാസ്കരാനന്ദൻ പറഞ്ഞ 2 വാക്കുകൾ പാപം പുണ്യം എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ നിഘണ്ടുവിൽ പാപം എന്നൊരു വാക്കേയില്ല. അതാണ് പ്രത്യേകത. അദ്ദേഹം പാപം എന്നൊരു വാക്കേയില്ല, അങ്ങനെ ഒരു അവസ്ഥയേയില്ല എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ എപ്പോഴും പറയുക. പാപം എന്നൊന്നില്ല. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പാപം എങ്ങനെയാണ് ഈ വാക്കുണ്ടായതെന്നും അതെങ്ങനെയാണ് ഭാരതത്തിൽ ഈ വാക്കിന് വലിയ പ്രചാരം ഉണ്ടായതെന്നൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വചനാമൃതത്തിൽ പലയിടത്തായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത്
ഭാസ്കരാനന്ദൻ പറഞ്ഞ് തെറ്റാണെന്നല്ല പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു വഴിയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള വഴി ആർക്ക് വേണ്ടി? അതായത് പാപചിന്ത ഉണ്ടാകരുത്, ഈശ്വരൻ നിർദ്ദേശിച്ച വഴി കൂടെ പോകണം, ഈശ്വരൻ നിർദ്ദേശിച്ച കാര്യങ്ങളിലൂടെ വേണം സഞ്ചരിക്കാൻ, അതാണ് പുണ്യത്തിൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞത് സാധാരണ ലൗകികരെ സംബന്ധിച്ച് കുഴപ്പമില്ല, അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ആധ്യാത്മികതയുടെ ശരിയായ പാഠം ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആധ്യാത്മികതയുടെ ശരിയായൊരു പാഠം നമ്മെ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, അതുവരെ ലോകമാകെയുള്ള സിദ്ധാന്തം കൂടുതലായും, അതായത് ഇത്തരം ആധ്യാത്മിക ചിന്ത ലോകത്താകമാനം പ്രചാരം സിദ്ധിച്ചത്, കൂടുതലായി ഈ സിദ്ധാന്തങ്ങളെ പ്രചരിപ്പിച്ചത് ഇംഗ്ലീഷ് ചർച്ചാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാപം എന്നുള്ള വാക്ക്, പാപം സിൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ചർച്ചിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഈ പാപം അല്ലെങ്കിൽ ആ പാപചിന്തയാണ് നമ്മെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന ഒന്ന് എന്നുള്ളതാണ് ഈ ഇംഗ്ലീഷ് ചർച്ച് വ്യാപകമായി അക്കാലത്ത് പഠിപ്പിച്ചിരുന്നത്. അതായിരുന്നു ഒരു ഭയം നൽകിയിരുന്നത് ആളുകൾക്ക്. ആധ്യാത്മിക ചിന്ത എന്ന് പറയുന്നത് ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഭയത്തിൻ്റേതല്ല, അത് വളരെയധികം വളരെ ശാസ്ത്രീയമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് ആധ്യാത്മിക തത്വങ്ങൾ. അത് കൂടുതൽ ഈ നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം തന്നെ ആ ഒരു വഴിയിൽ നിർവചിച്ചിട്ടുണ്ട് ആധ്യാത്മികതയെ. പക്ഷേ അതൊന്നും ഭയത്തിൻ്റെ ഭാഗമല്ല. ഇവിടെ പാപം എന്ന് പറയുന്ന ഒരു ഭയം, പാപം ചെയ്താൽ നരകത്തിൽ പോകും എന്ന് പറയുന്ന പോലുള്ള ഒരു ഭയം നൽകിക്കൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ചർച്ച് ഇത് പ്രചരിപ്പിച്ചിരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ആദിപാപം എന്ന സങ്കല്പം തന്നെ ഉണ്ടായത്. ആദിപാപം ആ വാക്ക് തന്നെ ഉണ്ടാകുന്നത് ഈ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ സംഭാവനയായിട്ടാണ്. അന്നത്തെ കാലത്ത് ഇത് ഈ ഭാരതത്തിൽ ഈ പറഞ്ഞ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നും അത് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി അത് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അവിടെ ആ ആധ്യാത്മിക ചിന്തയെല്ലാം ഈ ആദി പാപത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്, പാപം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ബൈബിളിലെ ഒരു പഴയ നിയമത്തിലാണ്, അതായത് ഉൽപ്പത്തി 3 ഈ ആദാമിൻ്റെയും ഹവ്വയുടെയൊക്കെ ഭാഗം വിവരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നിങ്ങൾ പാപം ചെയ്താൽ അതിൻ്റെ ഫലം മരണമാണ്. അപ്പോൾ മരണഭയം നിങ്ങളിൽ മരണഭയം നിറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ഈ പാപം എന്നുള്ള വാക്കുകൊണ്ടുള്ള പ്രത്യേകത. പാപം എന്നുള്ളത് പാപത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. ബൈബിളിൽ ഈ ഉൽപ്പത്തി 3 പറയുന്ന വാക്ക് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പം മരണഭയം എല്ലാ മാനുഷിക അവസ്ഥയിലും എല്ലാ ലൗകിക അവസ്ഥയിലുമുള്ളവരെയും എന്തൊക്കെ പറഞ്ഞാലും മരണഭയം ഉള്ളവരാണ്. അപ്പോൾ ഒരു കഥയിൽ പറയുന്ന പോലെ ഒരു പുരോഹിതൻ ഒരു ജനക്കൂട്ടത്തെ നോക്കി ചോദിച്ചു, ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തി. അപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അടുത്ത മാർഗം മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി എത്ര പേർ സ്വർഗത്തിൽ പോകാനായിട്ട് മരണത്തിന് തയ്യാറായി, ഇനി എത്ര പേർ എൻ്റെ കൂടെ വരും എന്ന് ചോദിച്ചപ്പോൾ ഈ കൈ ഉയർത്തി ആരും വന്നില്ല, ആരും പിന്നെ മുന്നോട്ട് വന്നില്ല എന്ന് പറയും. അതാണ് മരണഭയം. ആളുകൾക്ക് മറ്റെല്ലാം വേണം, പക്ഷേ മരണഭയം എന്നുള്ളത് ആളുകളുടെ ഒരു അവസ്ഥയായിട്ട് മാറി. ഇത് ഇംഗ്ലീഷ് ചർച്ച് ഉൾപ്പെടെ പാപത്തെ അടിസ്ഥാനപ്പെടുത്തി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അതായത് ഒരുവൻ്റെ പാപകർമ്മമാണ് അവനെ മരണത്തിനിടയാക്കുന്നത്. അങ്ങനെയാണത് വരുന്നത്.
ഒരാൾക്കൊരു മരണം സംഭവിക്കുന്നത് അവൻ്റെ പാപകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഇത് ബൈബിൾ ഇത് വെച്ചിട്ടാണ്. അപ്പം സ്വാഭാവികമായി ഉണ്ടാകുന്ന മരണഭയം മനുഷ്യനെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പം ഈ ഭീതിയാണ് ഈശ്വരനോടുള്ള സ്നേഹമല്ല ഇവിടെ വരുന്നത്. ഈശ്വരനോട് ജീവിതത്തിലുണ്ടാകുന്ന ഭയം കൊണ്ടുള്ള ആശ്രയമായി മാറുകയാണ് ഈശ്വരൻ. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ മണിമല്ലികന് തിരുത്തി കൊടുത്തത്. ലൗകിക അവസ്ഥയിലാണ് ഈ തത്വം, അതിൽ നിന്നെല്ലാം ഉയർന്ന ഒരവസ്ഥയുണ്ട്. ഈ ലൗകിക അവസ്ഥയിലാണ് നേരത്തെ ഭാസ്കരാനന്ദ സ്വാമികൾ പറഞ്ഞ ആ കാര്യം, പാപഭയത്തെക്കുറിച്ചുള്ള കാര്യം ആലോചിച്ച് നോക്കണം. അത് 16-ാം നൂറ്റാണ്ടും 17-ാം നൂറ്റാണ്ടിലും എല്ലാം തന്നെ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ സ്വാധീനം നമ്മുടെ ഭാരതത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ സ്വാധീനം വന്നതിന് ശേഷം ആളുകളെ സംബന്ധിച്ച് ആധ്യാത്മികത ബോധ്യപ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായി അന്ന് പ്രചാരത്തിലിരിക്കുന്ന ഈ ബൈബിൾ സംബന്ധമായ കഥകളും ആ തത്വങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതായിരുന്നു ഭാരതത്തിൻ്റെ ഒരവസ്ഥ. അതുകൊണ്ടാണ് ഭാസ്കരാനന്ദ സ്വാമിയെ പോലുള്ളവർ അന്ന് ഈ പാപഭയത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക അവസ്ഥയാണ് ഭാസ്കരാനന്ദയെ പോലുള്ളവർ വെച്ച് പുലർത്തി മുന്നോട്ട് പോയത്. കാരണം അതിൽ നിന്ന് മാറി ഒന്ന് കൊടുത്താൽ സമൂഹം സ്വീകരിക്കില്ല എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്, ഭയമല്ല, സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരതേ വഴിയിൽ തന്നെ വന്നത്. ഏതാണ് ബ്രഹ്മസമാജവും തുടർന്നു വന്നത്. ഇവിടെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇതെല്ലാം തിരുത്തിയത്. എന്താണത്? പാപഭയം എന്നൊന്നില്ല ഇവിടെ. ഇതൊക്കെ ലൗകിക അവസ്ഥയിലുള്ള ഒരു ലൗകികമായൊരവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഉയർന്ന ഒരവസ്ഥയുണ്ട്, അത് ചൈതന്യം ഉണർത്തുന്ന അവസ്ഥയാണ്. അപ്പം ഇതേക്കുറിച്ചാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ചൈതന്യം ഉണർത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ ഈശ്വരൻ മാത്രമാണ് എല്ലാറ്റിനും കാരണഭൂതനായിട്ടുള്ളത്. എന്തിനും അടിസ്ഥാനം ഈശ്വരനാണ്. ഈശ്വരൻ ചെയ്യുന്നു, ഈശ്വരൻ ചെയ്യിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളല്ല ഒന്നും ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പാപമായാലും അത് പുണ്യപ്രവൃത്തി ആയാലും ഒന്നും നമ്മളല്ല ചെയ്യുന്നത് ഈശ്വരൻ നമ്മളെ ചെയ്യിക്കുന്നതാണ്. അതാണ് ഭഗവാൻ എപ്പോഴും ഞാൻ യന്ത്രം അദ്ദേഹം യന്ത്രി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഞാൻ വെറും യന്ത്രം, അദ്ദേഹമാണ് യന്ത്രി, നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ പൊരുൾ വന്നത്. അപ്പോൾ ഈ പാപചിന്തയോ അല്ലെങ്കിൽ അതേവരെ ബിബ്ലിക്കലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളോ അല്ല. ഒരാളിൽ പാപചിന്തയുണ്ടായാലും ഒരാൾ പാപം ചെയ്യുന്ന അവസ്ഥയുണ്ടായാലും അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടായാലും രണ്ടായാലും അതൊരു യന്ത്രമാണ്. യന്ത്രം കണക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. യന്ത്രി ഇത് നിയന്ത്രിക്കുന്ന ആളാണ്. ഇതെല്ലാം ഒരു യന്ത്രിയുടെ നിയന്ത്രണം അനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ ഈ പാപം പുണ്യം എന്നൊന്നില്ല. പാപം എന്നും പുണ്യം എന്നും പറഞ്ഞ ഒരു അവസ്ഥയേ ഇല്ല. ഈശ്വര പ്രേമത്തിൻ്റെ ആധിക്യത്തിൽ ആണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്. ഒരാളൊരു കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ കർമ്മം ചെയ്യേണ്ടത് ഈശ്വര പ്രേമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എല്ലാ കർമ്മങ്ങളും ഈശ്വര പ്രേമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഈശ്വരനോടുള്ള പ്രേമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈശ്വരനോടുള്ള പ്രേമത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുമ്പോൾ അതിൽ സത്കർമ്മം മാത്രമേ വരുന്നുള്ളൂ, ദുഷ്കർമ്മം വരുന്നില്ല. അപ്പം ഈശ്വര പ്രേമത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതെല്ലാം സത്കർമ്മമാണ്. ഈ സത്കർമ്മത്തിൻ്റെ ഉടമ തങ്ങളല്ല എന്ന് ഓർക്കുക. ഈശ്വര പ്രേമത്താലാണ് ഈ കർമ്മമെല്ലാം ചെയ്യുന്നത്. അതായത് യന്ത്രം കണക്കെ നമ്മൾ ഒരു യന്ത്രത്തിൻ്റെ അവസ്ഥയിൽ മാത്രമുള്ള വ്യക്തികളാണ്. യന്ത്രി ഈശ്വരനാണിത് നയിക്കുന്നത്. അപ്പോൾ ഈ സത്കർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നതും ഈശ്വരൻ തന്നെ. അതിൻ്റെ ഉടമ ഈ ചെയ്യുന്ന ആളല്ല.
അതുകൊണ്ടവർ അതിൻ്റെ ഗുണഫലം കാക്ഷിക്കുന്നില്ല. ഇത് ഉയർന്ന അവസ്ഥയിലുള്ളവരെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾക്കാണ് ഈ പാപം പുണ്യം എന്നുള്ളതൊക്കെ കേട്ടിട്ട് വന്നിട്ടുള്ളത് കാര്യങ്ങൾ. എന്നാൽ ഉയർന്ന തലത്തിലുള്ളവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ഈശ്വര പ്രേമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏതൊരു കർമ്മവും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തിൽ സത്കർമ്മം മാത്രമേ ഉള്ളൂ. ഈ സത്കർമ്മത്തിൻ്റെ ഉടമ ഞങ്ങളല്ല. അത് ഈ അവസ്ഥയിലുള്ളവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ അതിൻ്റെ ഗുണഫലം കാക്ഷിക്കുന്നില്ല. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണഫലം കാക്ഷിക്കാൻ അവകാശമില്ല. കാരണം യന്ത്രം മാത്രമാണ്. യന്ത്രം ഒന്നിൻ്റെയും അവകാശവാദം ഉന്നയിക്കില്ല എന്ന് നമുക്കറിയാം. അതാണല്ലോ നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു കാര്യമാണ്. ഒരു യന്ത്രവും ആ ചെയ്തത് ആ യന്ത്രമാണ് എന്ന് ഒരു യന്ത്രവും പറയില്ല. യന്ത്രത്തിന് പറയാനും അല്ലെങ്കിൽ യന്ത്രത്തിന് അത് പ്രതികരിക്കാനുമുള്ളൊരു ശേഷി ഉണ്ടെന്ന് വെക്കുക. ഒരു യന്ത്രവും പറയില്ല ആ യന്ത്രമാണ് ഇതെല്ലാം ചെയ്തതെന്ന്. കാരണം യന്ത്രത്തിന് നന്നായിട്ടറിയാം ഇതിൻ്റെ പിന്നിൽ ഒരാൾ സ്വിച്ച് ഇടാനും ഇതിൻ്റെ പിന്നിൽ ഒരാൾ ഈ യന്ത്രത്തെ നിയന്ത്രിക്കാനും ഉണ്ടെന്ന് യന്ത്രത്തിനറിയാം. അപ്പം യന്ത്രത്തെ നമ്മളൊരു മനുഷ്യാവസ്ഥയിൽ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ പ്രതികരിക്കാൻ കഴിവുള്ളതാണ് ഒരു യന്ത്രം. ഒരു പൊടിക്കുന്ന മില്ലായാലും ശരി, അല്ലെങ്കിൽ മറ്റേതൊരു യന്ത്രമായാലും ശരി, വാട്ടർ പമ്പായാലും ശരി, നമുക്ക് പരിചയമുള്ള ഏതൊരു യന്ത്രം എടുക്കാം. തയ്യൽ മെഷീനായാലും ശരി, ഏതൊരു യന്ത്രവും ഈ യന്ത്രത്തിന് നന്നായിട്ടറിയാം, ഈ തയ്യൽ മെഷീന് നന്നായിട്ടറിയാം ഞാനല്ല ഈ ഉടുപ്പ് തയ്ച്ചത്. ഈ പൊടിക്കുന്ന മില്ലിനറിയാം ഈ അരി പൊടിച്ചതോ ഗോതമ്പ് പൊടിച്ചതോ മുളക് പൊടിച്ചതോ ഒന്നും എൻ്റെ കഴിവല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ സ്വിച്ച് ഇടാനും ഇതിന് എണ്ണയിട്ട് ഇത് ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു ഉടമ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് യന്ത്രത്തിനറിയാം. അതുകൊണ്ട് ഈ ചെയ്ത പ്രവൃത്തിയുടെ ഒന്നും ഫലം യന്ത്രം ആഗ്രഹിക്കുന്നതേയില്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാണ് പറയുന്നത്. ആ യന്ത്രം എന്ന് പറയുമ്പോൾ യന്ത്രിയാണ് നമ്മളെ നയിക്കുന്നത്, നമ്മൾ യന്ത്രം. ഇതാണ് ഭഗവാൻ സ്ഥിരമായിട്ട് പറയുന്നത്, ഞാൻ യന്ത്രം അവിടുന്നാണ് യന്ത്രി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കണം ഒരു മാനസികാവസ്ഥ, യന്ത്രത്തിൻ്റെ മാനസികാവസ്ഥ ആയിരിക്കണം. ഇതാണ് ഭഗവത്ഗീതയിൽ സാഖ്യയോഗത്തിൽ അധ്യായം 2 നമുക്കെല്ലാം വളരെ പരിചിതമായ 47-ാം ശ്ലോകം ഇങ്ങനെ ഉണ്ടായതാണ്. ഇങ്ങനെ വന്ന എപ്പോഴും നമ്മളെടുത്ത് ഉപയോഗിക്കുകയും എപ്പോഴും ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ വിധേയമാക്കപ്പെടുകയെന്നാണ് ഈ സാഖ്യയോഗത്തിലെ അധ്യായം 2 47-ാം ശ്ലോകം. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മം ഫല ഹേതുർഭൂർ മാതേ സംഗോസ്ത്വകർമ്മണി. ഇതാണ് ഈ 47-ാം ശ്ലോകം. തേ കർമ്മണി ഏവ, നിനക്ക് കർമ്മത്തിൽ മാത്രം അധികാരം. മാ കഥാചന, ഒരിക്കലും ഉണ്ടാകരുത്. എന്തുണ്ടാകരുത്? ഫലേഷു, ഫലത്തിൽ നിനക്ക് ആഗ്രഹം ഉണ്ടാകരുത്. കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭൂർ മാതേ സാംഗോസ്ത്വകർമ്മണി. അപ്പം നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം, ഒരിക്കലും ഫലത്തിൽ നിനക്ക് ഇച്ഛ ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ തർക്കം വരുന്നത് അതുകൊണ്ടാണ്. കർമ്മം നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടണ്ടേ എന്നുള്ളതാണ് പൊതുവെ അജ്ഞരായ ആളുകൾ തർക്കത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെയാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഞാൻ യന്ത്രവും യന്ത്രി എന്നെ നിയന്ത്രിക്കുന്നു. ഈശ്വരനാണ് യന്ത്രി. അപ്പോൾ ഈ യന്ത്രത്തിൻ്റെ മനസ്ഥിതിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ഗീതാശ്ലോകത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളും. കാര്യം ഒരിക്കലും ഒരു യന്ത്രം സ്വയം അവകാശപ്പെടുന്നില്ല ഈ ചെയ്തതൊക്കെ ഞാനാണ് എന്ന്. ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഒരിക്കലും യന്ത്രം സ്വീകരിക്കുന്നില്ല. അത് യന്ത്രത്തിൻ്റേതാണെന്ന് യന്ത്രം ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇവിടെ യന്ത്രത്തിന് പകരം നമ്മളെ അങ്ങ് പ്രതിഷ്ഠിച്ചിട്ട്, നമ്മളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് നമ്മളിത് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ വളരെ വ്യക്തമായി തീരും എന്നാണ് ഭഗവാൻ ഈ ഭാഗത്ത് അതുകൊണ്ടാണ് യന്ത്രം അവിടുന്ന് യന്ത്രി എന്ന് പറയുന്ന ആ ഭാഗം ഭഗവാൻ ഇവിടെ വിവരിക്കാനുള്ളൊരു കാരണം. താൻ ചെയ്യുന്ന കർമ്മം താനാണു ചെയ്യുന്നത് എന്ന ബോധം വെച്ചുകൊണ്ടിരിക്കാത്തവർ എന്നാണ് ഇതിനുദ്ദേശിക്കുന്നത്. താൻ ചെയ്യുന്ന കർമ്മം താനാണു ചെയ്യുന്നതെന്ന ബോധം വെച്ചുകൊണ്ടിരിക്കാത്തവർ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഭഗവാൻ യന്ത്രം എന്ന ഉദാഹരണം കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത്. യന്ത്രമല്ലേ എല്ലാം കൃത്യമായി ചെയ്യുന്നത് എന്ന് ചോദ്യങ്ങളുണ്ടാകാം. എന്നാൽ യന്ത്രത്തിനറിയാമോ താൻ ഇതാണ് ചെയ്യുന്നതെന്ന്? യന്ത്രത്തിനറിയില്ലല്ലോ താൻ ചെയ്യുന്ന പ്രവൃത്തി ഇതാണെന്ന്. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്തതനുസരിച്ചാണ് ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത്. എന്താണോ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, അതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നുള്ള വാക്ക് വന്നു. കുറേ കൂടെ ആധുനിക ലോകം വന്നപ്പോൾ ഇന്ന് നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാകുന്നൊരു ഘടകം ഇപ്പോൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്കത് വളരെ ബോധ്യപ്പെടുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് എല്ലാ മേഖലകളിലും വ്യാപിച്ചു കഴിഞ്ഞു. എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടി നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാം. കാര്യം നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ ഒന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ കമൻറ്റ് കൊടുത്താൽ മാത്രം മതി. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രത്യേകത. അതിനൊരു ചെറിയൊരു കഥ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഞാനിവിടെ പറയാം. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ശ്രീരാമകൃഷ്ണാശ്രമത്തിലൊക്കെ വളരെ വരുന്ന ഒരു ഭക്തയായ ഒരു അമ്മയുണ്ട്. അപ്പോൾ അമ്മ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ ഈ ചിത്രം വരയ്ക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഒരാഗ്രഹം, അമ്മ വരയ്ക്കുന്ന ഒരു ദേവിയുടെ ചിത്രം പൂജാമുറിയിൽ വെച്ച് അമ്മയ്ക്കിനി പൂജിക്കണം. ഇതാണ് അമ്മ ചിത്രം വരയ്ക്കും, ഒരു വിധമൊക്കെ ചിത്രം വരയ്ക്കും. ചില ചിത്രരചന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് നല്ല പ്രായമുള്ള അമ്മയാണ്. നോക്കൂ, അതാണ് അതിനകത്തെ വലിയൊരു പ്രത്യേകത. വളരെ പ്രായം ചെന്ന ആ അമ്മ ഒരു കല പഠിക്കുകയും ആ കല പ്രയോഗത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ശാരദാദേവിക്ക് ശാരദാ ജയന്തിക്ക് സമ്മാനിക്കുന്ന സാരി ഈ അമ്മ സ്വയം ഡിസൈൻ ചെയ്തതാണ്. പടം വരച്ചിട്ട് അതിനകത്ത് പടമൊക്കെ വരച്ച നല്ല ഒന്നാന്തരം സാരി ഇവിടെ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ, തിരുവല്ല ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ശാരദാദേവിക്ക് വേണ്ടി അന്നത്തെ ദിവസം അവർ സമർപ്പിക്കും. എല്ലാ വർഷവും സ്വയം വരയ്ക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ചിത്രകലയോടും. പക്ഷേ ഈ ചിത്രകല എന്ന് പറയുന്നത് ആ അമ്മ ഈ ചിത്രകല ഉപയോഗിക്കുന്നത് അമ്മയുടെ ഒരു വർഷിപ്പ് എന്നുള്ള നില, ആരാധന എന്നുള്ള നിലയിലാണ്. അമ്മ ഈശ്വരോന്മുഖമായിട്ടാണ് ആ കലയെ ഉപയോഗിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് അത് വലിയ സന്തോഷം നൽകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ആ അമ്മ വന്ന് പറഞ്ഞ്, ഞാൻ വരച്ച ഒരു ദേവീ ചിത്രം, ആ ചിത്രം പൂജാമുറിയിൽ വെച്ച് എനിക്ക് പ്രാർത്ഥിക്കണം. മറ്റെല്ലാ ചിത്രങ്ങളെക്കാളും ഞാൻ സൃഷ്ടിച്ച ഒരു ദേവീ ചിത്രം വെച്ചിട്ട് ഞാൻ വരച്ച ഒരു ദേവീ ചിത്രം ഇപ്പോൾ വലുതായിട്ട് വരയ്ക്കാം. പക്ഷേ അമ്മയ്ക്കൊരു പ്രശ്നം, അമ്മയ്ക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു വസ്തു കണ്ടാലേ വരയ്ക്കാൻ പറ്റും. അങ്ങനെ അത് പ്രായമായ ചെറുപ്പകാലമാണെങ്കിൽ അമ്മയ്ക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ശക്തിയൊക്കെ കിട്ടിയേനെ. പക്ഷെ ഇവിടെ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മയുടെ മനസ്സിൽ ഈ രൂപമുണ്ട്, ദേവീ രൂപം. അപ്പം അമ്മ എന്നോട് വന്ന് പറഞ്ഞത്, എൻ്റെ മനസ്സിലൊരു ദേവീ രൂപമുണ്ട്, ഈ ദേവീ രൂപം ഞാൻ പറയാം, അതനുസരിച്ച് എനിക്കൊരു സ്കെച്ച് ഉണ്ടാക്കി തന്നാൽ മതി. ഈ സ്കെച്ച് വെച്ചിട്ട് ഞാൻ വലുതായിട്ട് വരച്ച് പെയിൻറ്റ് ചെയ്ത് ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെച്ചോളാം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ശരി, ഞാനൊരു 2 ആഴ്ചക്കകത്തത് അമ്മ പറയുന്ന പോലെ ചെയ്തു തരാം. അപ്പോൾ അമ്മയുടെ ആഗ്രഹം ഇങ്ങനെയാണ്, ദേവിയുടെ ഒരു കൈ അനുഗ്രഹിക്കുന്ന, 2 കൈ മതി, ദേവിക്ക് 2 കൈ മതി, ഒരു പീഠത്തിൽ ഇരിക്കുന്ന ദേവി ആയിരിക്കണം. ദേവിയുടെ ഒരു കൈ അനുഗ്രഹിക്കുന്നതും വലത്തെ കയ്യിൽ ഒരു വാളും ഉണ്ടായിരിക്കണം. നമ്മുടെ കാളിമാതാവിൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു വാള് ഉണ്ടായിരിക്കണം. അപ്പം കാളിമാതാവിന് എന്നുള്ള സങ്കല്പമാണ്. പക്ഷേ കാളിമാതാവിൻ്റെ രൂപമല്ല വേണ്ടത്, സരസ്വതിയുടെ രൂപഘടനയാണ് ആവശ്യം. താമരയിലല്ല ഇരിക്കേണ്ടത്, പീഠത്തിലാണ് ഇരിക്കേണ്ടത്.
സരസ്വതിയെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ വേണം കാണാൻ. അപ്പോൾ അങ്ങനെ സരസ്വതിയെ കാണുന്ന തരത്തിൽ രൂപഘടന. പക്ഷേ ഒരു കയ്യിൽ കാളിമാതാവിൻ്റെ കൂട്ട് വാളായിരിക്കണം, ഒരു കയ്യിൽ മറ്റേ കൈ അനുഗ്രഹിക്കുന്നതായിരിക്കണം. ഇതാണ് അമ്മ നൽകിയ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആശയം എനിക്ക് തന്നത്. ഇപ്പം ഞാനൊരു ഒരാഴ്ചയോളം ആലോചിച്ചു, ഇങ്ങനെ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരാശയം തോന്നിയത്. എന്തുകൊണ്ട് AI ഇതാവശ്യപ്പെട്ടാൽ AI എനിക്കിത് ചെയ്തു തരൂലേ എന്നൊരു തോന്നൽ. അപ്പോൾ AIക്ക് നമ്മൾ ആവശ്യമുള്ള കമൻറ്റ്സ് കൊടുത്താൽ മതി. അങ്ങനെ AI അപ്പോൾ നമ്മൾ AI എടുത്തു. ആ AI നമ്മൾ കമൻറ്റ് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു ദേവീ രൂപം വേണം, സരസ്വതിയുടെ രൂപഘടനയാണ് വേണ്ടത്, ഒരു കൈ അനുഗ്രഹിക്കുന്നതായിരിക്കണം, ഒരു കൈയിൽ വാൾ പിടിച്ചതായിരിക്കണം, വാളിൻ്റെ രൂപഘടന ഇന്നതൊക്കെ ആയിരിക്കണം എന്നും പറഞ്ഞ് ഒരു കമൻറ്റ് ഞാൻ എൻ്റെ വോയിസ് കമൻറ്റ് AIക്ക് കൊടുക്കുകയാണ്. ഉടൻ തന്നെ AI പ്രോഗ്രാമിംഗ് തുടങ്ങി. ഏതാണ്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തില്ല. 10 മിനിറ്റിനുള്ളിൽ ഒരു ദേവീ ചിത്രം എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ ഈ പറഞ്ഞ ഘടനയെല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പം, ദേവിക്ക് 3 കൈയായിപ്പോയി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അത് കമൻറ്റ് കൊടുത്തപ്പോൾ അത് മനസ്സിലാക്കിയതിൽ എന്തോ അപകടം പറ്റിയതാണ്. അപ്പോൾ രണ്ട് കൈക്ക് പകരം 3 കൈയായിപ്പോയി. 4 കൈയായിരുന്നെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, കാര്യം അത് ഒന്ന് അറേഞ്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് 3 കൈ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. ആവശ്യപ്പെട്ട അമ്മയ്ക്ക് 2 കൈയുള്ള ദേവിയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും 3 കൈ ആയിപ്പോയെന്ന് മാത്രം. ഉടൻ വീണ്ടും നമ്മൾ കമൻറ്റ് മാറ്റുകയാണ്. 3 കൈ വേണ്ട, നമുക്ക് വേണ്ടത് 2 കൈ എന്നൊക്കെ പറഞ്ഞ് അതിനെ വീണ്ടും കമൻറ്റ് കൊടുക്കുക. അങ്ങനെ കമൻറ്റ് കൊടുത്ത് അതിമനോഹരമായ 2 കൈകളുള്ള പീഠത്തിലിരിക്കുന്ന അതിമനോഹരമായൊരു ദേവീ ചിത്രം അത് നമുക്ക് ഉണ്ടാക്കി തന്നു. ആകെ എടുത്തത് 5-10 മിനിറ്റാണ്. അതിൽ നല്ല മനോഹരമായ പെയിൻറ്റിംഗ് ആയിട്ടാണ് ഉണ്ടാക്കി തന്നത്. വെറും ഒരു ഡ്രോയിങ് അല്ല ഉണ്ടാക്കി തന്നത്, അതിൻ്റെ സമ്പൂർണമായ പെയിൻറ്റിങ്ങോട് കൂടിയുള്ള ഒരു ചിത്രമാണ് അത് നിർമ്മിച്ചത്. നോക്കൂ, അപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാരണം, നമ്മൾ ആ തരത്തിൽ ആണ് യഥാർത്ഥത്തിൽ ആ ചിത്രം നിർമ്മിച്ചു തന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ നിർമ്മിച്ചു തന്ന കമ്പ്യൂട്ടർ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഈ മനോഹര ചിത്രം ഞാനാണ് വരച്ചത്. കമ്പ്യൂട്ടറിനെ നമ്മളൊരു മനുഷ്യാവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ ഒരിക്കലും അവകാശപ്പെടില്ല ഈ ചിത്രം വരച്ചത് ഞാനാണ്, ഈ ചിത്രത്തിൻ്റെ അവകാശി ഞാനാണ്, ഈ ചിത്രം വരച്ചതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം എനിക്കുള്ളതല്ല ആണെന്ന് ഒരിക്കലും ആ കമ്പ്യൂട്ടർ ധരിക്കുന്നില്ല. ഇതാണ് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഞാൻ ഫലത്തിൽ ഇച്ഛിക്കുന്നില്ല എന്ന കമ്പ്യൂട്ടർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വശം. അപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് എല്ലാം നമ്മളെ സംബന്ധിച്ച് എന്താണ്, എല്ലാം ഈശ്വരനാണ് ചെയ്യുന്നത്. നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു യന്ത്രത്തിൻ്റെയോ സ്ഥാനത്തിരുന്ന് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. നമുക്കിതിനകത്തൊന്നും നമ്മൾ യാതൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇവിടെ ഈ ഭാഗത്ത് മനോഹരമായൊരു കഥ ഭഗവാൻ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഈശ്വരനാണ് എല്ലാം ചെയ്യിക്കുന്നത് എന്ന് പറയുന്ന ഒരു മനോഹരമായ കഥ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഇത് വചനാമൃതത്തിലുള്ള കഥയാണ്, ഈ ഭാഗത്തുള്ള കഥയാണത്. ഒരു ജമീന്ദാർ ഒരു സാധു മനുഷ്യനെ തല്ലുന്നു. അപ്പോൾ ഈ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ വല്ലാത്ത തല്ലലാണ് തല്ലുന്നത്. ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഭിക്ഷാടനം നടത്തിക്കൊണ്ട് ഭിക്ഷാന്തേഹിയായി വഴി വന്നൊരു സന്യാസി മധുകരി ഭിക്ഷയ്ക്ക് ഇറങ്ങിത്തിരിച്ച ആ ഒരു സന്യാസി ഇത് കണ്ടപ്പോൾ അയാൾക്ക് വളരെ സങ്കടം തോന്നി. അയാൾ തടയാൻ ചെന്നു. അപ്പോൾ ഈ ജമീന്ദാറെ തടഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒരാളെ ദേഷ്യത്തോടെ തല്ലിക്കൊണ്ടിരിക്കുന്ന ജമീന്ദാർക്ക് ആ ദേഷ്യം മുഴുവൻ ഈ സന്യാസിയുടെ നേരെയായി. അപ്പോൾ ബാക്കിയുള്ള ദേഷ്യം മുഴുവൻ ഈ ജമീന്ദാർ സന്യാസിയുടെ നേരെ തീർത്തു. ആ സന്യാസിയെ അയാൾ അവിടെ ഇട്ട് തല്ലി നിലംപരിശാക്കി, രക്തം വാർന്ന് അവിടെ വീണു, ബോധം കെട്ട് വീണു സന്യാസി.
ഉടൻ തന്നെ ആളുകളെല്ലാം കൂടി ഈ ജമീന്ദാരോട് എതിർക്കാനുള്ള ശേഷിയൊന്നും ആ ചുറ്റും കൂടി നിൽക്കുന്ന നാട്ടുകാർക്കാർക്കും ഇല്ല, ഭയമാണ്. പക്ഷെ അവരെന്ത് ചെയ്തു, ഉടൻ തന്നെ സന്യാസി മഠത്തിൽ അറിയിച്ചു, ഇങ്ങനെ ഒരു നിങ്ങളുടെ സന്യാസി ഇവിടെ തല്ലുകൊണ്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഉടൻ അവിടുന്ന് കുറേ ആൾക്കാർ മറ്റു സന്യാസിമാരും എല്ലാവരും കൂടെ ഓടി വന്ന് ഈ സന്യാസിയെ തോളിലെടുത്ത് മഠത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷയൊക്കെ നൽകി. അപ്പം ശുശ്രൂഷിച്ച് എല്ലാം കഴിഞ്ഞ് ബോധം വീണപ്പോൾ അവർ ഇദ്ദേഹത്തിന് അല്പം പാല് കൊടുത്തു. അപ്പം ഈ അടി കൊണ്ട സന്യാസി കണ്ണ് മിഴിച്ച് കിടന്നിട്ട് അവസാനം ആ ബോധമൊക്കെ വന്ന് ഒന്ന് അനങ്ങാമെന്ന മട്ടായപ്പോൾ ഈ പാല് കുടിച്ചു. അപ്പം ശരിയായ ബോധം അതോടുകൂടി വന്നു. അപ്പോൾ ഈ ബോധം ശരിയായിട്ടാണോ വന്നത്, സന്യാസിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടെ നിന്നവർ ചോദിച്ചു, ആരാണ് പാൽ തന്നത് എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒന്ന് പരീക്ഷിച്ചതാണ്, ആരാണ് അങ്ങേക്കിപ്പോൾ പാൽ തന്നത് എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് നമുക്ക് അറിയാമല്ലോ, നമ്മളിത് സ്ഥിരം ഇങ്ങനെയാണ്, രോഗം ഉള്ള ആളുകളുടെ അടുത്ത് ചെന്ന് നമ്മൾ അനാവശ്യമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ മനുഷ്യ സഹജമാണ്. വയ്യാതെ കിടക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് പ്രായമായി കണ്ണൊന്നും കാണാൻ വയ്യാതെ രോഗാവസ്ഥയിൽ രോഗശയ്യയിൽ കിടക്കുന്ന നമ്മൾ ചില ബന്ധുക്കളെയോ സുഹൃത്തുക്കളായ ആളുകളെയോ പ്രായമായ അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ കാണാൻ പോകുമ്പോൾ സ്ഥിരം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ ആൾക്ക് ഒരു പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ എന്നെ തിരിച്ചറിഞ്ഞു, നമുക്ക് ആശ്വാസമായി. എത്രമാത്രം പീഡനമാണ് ആ രോഗിക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് ഈ ചോദിക്കുന്ന ആൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സന്യാസിയോട് ചോദിച്ചു, ഈ പാല് അങ്ങേക്കിപ്പോൾ തന്നത് ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി പതുക്കെ തലയുയർത്തിയിട്ട് പറഞ്ഞു, ആരാണോ എന്നെ തല്ലിയത് അയാൾ തന്നെയാണ് എനിക്കിപ്പോൾ പാലും തന്നത് എന്ന് പറഞ്ഞു. അപ്പം തല്ലിയ ആളും ഇപ്പോൾ പാൽ തന്ന ആളും ഒന്ന് തന്നെ എന്നാണ് ആ സന്യാസി പറഞ്ഞത്. ഒരേ ചൈതന്യത്തിൻ്റെ അംശം തന്നെയാണ് ഈ രണ്ടിലും ആ സന്യാസി കണ്ടത്. ഒരേ ആളെ തന്നെയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരേ ആളെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള, ഞാൻ അതാ കഥയാണ് പറഞ്ഞത് നേരത്തെ, ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ് സുഖമില്ലാതിരിക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് ആരാണ് എന്നെ കണ്ടോ, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമുക്ക്. കഴിഞ്ഞ ദിവസം ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ അത് പറയാനുള്ളൊരവസ്ഥ, നമ്മുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളിൽ ഒരു 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 ബോധം ഉണ്ടാകുന്നത്, അത് കാരണം അത് പറയാനുള്ളൊരു സാങ്കത്യം ഈ ഭാഗത്ത് ഭഗവാൻ പിന്നീട് വചനാമൃതത്തിൽ ഇനി പറയുന്ന ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്താണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. അതായത് ഞാൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു ബന്ധുവാണ്, 80 വയസ്സ് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, ഏതാണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ഒരാളാണ്. ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തോ ചില ഓർമ്മകൾ മാത്രമേ അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അത് വേറെ ഏതൊക്കെ ഓർമ്മകളാണ്. ആ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള ഓർമ്മകളൊന്നും അദ്ദേഹത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ വളരെ അവശനായി കിടക്കയിൽ കിടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ നോക്കാനാണെങ്കിൽ ഒരാളെ അവിടെ ഒരു ബൈസ്റ്റാൻഡറെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വളരെ ശോചനീയമായ അവസ്ഥയിലിരിക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനാകെ ഓർമ്മയുള്ള ഒരു കാര്യം, അദ്ദേഹം ഈ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഹോട്ടലിൽ പോകും, എപ്പോഴും അദ്ദേഹത്തിന് ഹോട്ടലിൽ പോകണം. അപ്പോൾ ഹോട്ടലിൽ പോയി ചായ കുടിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി ചായ കുടിക്കും. അപ്പോൾ ആ ചായയും കുടിക്കും, അവിടുന്ന് ബോണ്ടേ അല്ലെങ്കിൽ അത് വടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും താല്പര്യപ്പെട്ട് അദ്ദേഹം ചെയ്തിരുന്നൊരു കാര്യം. അത് പ്രായമായി വളരെ പ്രായം ചെന്ന അവസ്ഥയിലും പുറത്തൊക്കെ നടക്കാവുന്നൊരു കാലത്ത് അദ്ദേഹം ഇത് തുടർന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൽ അവശേഷിക്കുന്ന ഏക ബോധം ഈ ചായക്കടയെ സംബന്ധിക്കുന്നത് മാത്രമാണ്. ഈ ചായക്കടയല്ലാതെ അദ്ദേഹത്തിനായിരിക്കുന്ന വീടിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് യാതൊരു ഓർമ്മകളുമില്ല, ഒന്നും അറിയില്ല, ഒന്നിനോട് പ്രതികരിക്കില്ല അദ്ദേഹം. പക്ഷെ ഒരേ ഒരു കാര്യത്തോടെ അദ്ദേഹം എപ്പോഴും പ്രതികരിക്കുകയുള്ളൂ. അദ്ദേഹം എപ്പോഴും ചോദിക്കുന്നത്,
ചായ ആയോ, ബോണ്ട ആയോ, ഇതാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. ചായയായോ ബോണ്ടയായോ, മനസ്സിൽ ഈ ചിന്ത മാത്രമേ ഉള്ളൂ, ചായ ബോണ്ട. കൂടാതെ അദ്ദേഹം ഒരു വലിയ ചെയിൻ സ്മോക്കറായിരുന്നു. അതുകൊണ്ട് സിഗരറ്റിൻ്റെ കാര്യം ആംഗ്യം കാണിക്കും, ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കാണിക്കും. സിഗരറ്റ് എന്ന് പറയാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അദ്ദേഹം ചായ ബോണ്ട പിന്നെ കൈ കൊണ്ട് ഈ സിഗരറ്റ് എന്നുള്ള ആംഗ്യം കാണിക്കും. ഇതാണ് അദ്ദേഹം ഇങ്ങനെ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ എല്ലാ പകൽ മുഴുവനും ഈ ഒരു ഉണർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ മുഴുവൻ ഈ ഒരൊറ്റ ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇത് പറയാൻ കാരണം, നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്തയാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ, അതായത് ബോധമുള്ള, നമുക്ക് സ്വബോധമുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു കാലഘട്ടം, അതായത് ഇദ്ദേഹം ചായക്കടയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം പോലെ ആരോഗ്യം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നിലനിൽക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്തയാണ് നിറയ്ക്കുന്നതെങ്കിൽ ഏതവസ്ഥയിലും പിന്നെ ആ ചിന്തയെ കാണുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഏക താല്പര്യം എന്ന് പറയുന്നത് ചായക്കടയിൽ പോവുകയും ബോണ്ട കഴിക്കുകയും ചായ കുടിക്കുകയും ഒപ്പം സിഗരറ്റ് വലിക്കുകയും, ഇതായിരുന്നു ആകെ താല്പര്യം. ആ ചിന്ത മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ ചിന്തകളും ആ മനസ്സിൽ നിന്ന് പോയി, ആ ബ്രെയിനിൽ നിന്ന് പോയി. അതേസമയം ആ സന്ദർഭത്തിൽ ഈശ്വര ചിന്തയ്ക്കുള്ള സാഹചര്യമാണ് ചുറ്റും നമ്മൾ ആരോഗ്യപരമായി ഇരിക്കുന്ന കാലത്ത് ഒരുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരുക്കേണ്ടത്. ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരുക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ, നമ്മുടെ ഓർമ്മകളും നമ്മുടെ ശരീരത്തിനും ഏകദേശം ശക്തിയും ചിന്താശേഷിയും ഉള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ ഈശ്വര ചിന്തയുടെ സാഹചര്യങ്ങളെ വേണം ഒരുക്കാൻ. അങ്ങനെ വരുമ്പോൾ എപ്പോഴാണോ നമ്മുടെ ഈ ബോധതലം മറയുകയും മറ്റും ചെയ്യും, അത് നമ്മുടെ കയ്യിലല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇദ്ദേഹം ബോണ്ട എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന അതിന് പകരം ഈശ്വര ചിന്തയാണ് നിറഞ്ഞിരുന്നു എങ്കിൽ ഈശ്വരനെ ആയിരിക്കും നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുക, ഈശ്വരനെ ആയിരിക്കും വിളിക്കുക, ഈശ്വരൻ നാമമായിരിക്കും വിളിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും അബോധാവസ്ഥയിലോ രോഗാവസ്ഥയിലോ നമ്മിലേക്ക് വരില്ല. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ചോദിക്കുന്നത് ഭാസ്കരാനന്ദനോട്. പിന്നെ എന്തെല്ലാം സംസാരിച്ചോ, ഏതെങ്കിലും വീട്ടിലാണോ താമസിക്കുന്നത് എന്നൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മണിമല്ലികൻ പറഞ്ഞു, ഒരു ഭക്തൻ്റെ വീട്ടിലാണ് താമസം, ഭക്തി എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചു. അതാണ് നേരത്തെ പറഞ്ഞ, ഉള്ളിൽ നല്ല സമയത്ത് ഈശ്വര ചിന്ത നിറയ്ക്കണം. ഭക്തി എങ്ങനെ ഉണ്ടാകുമെന്ന് ഭാസ്കരാനന്ദയോട് മണിമല്ലികൻ ചോദിച്ചു. അപ്പോൾ ഭക്തി എങ്ങനെ ഉണ്ടാകണം എന്നുള്ളത് ഈശ്വര ചിന്ത മനസ്സിൽ നിറയ്ക്കുക മാത്രമാണ്. അതിന് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തത്, ഭാസ്കരാനന്ദൻ പറഞ്ഞു കൊടുത്തത് രാമനാമം ജപിക്കുക എന്നാണ്. രാമനാമം ജപിക്കുക. ഇത് കേട്ടതും ശ്രീരാമകൃഷ്ണദേവന് വളരെ ഇഷ്ടപ്പെട്ടു. ശ്രീരാമകൃഷ്ണദേവൻ ഇത്രയും സംസാരത്തിൽ നിന്ന്, ഇവർ തമ്മിലുള്ള ഈ സംസാരത്തിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതായിരുന്നു. അതായത് രാമനാമം ജപിക്കുക എന്നാണ് ഭാസ്കരാനന്ദൻ പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അത് വളരെ ഇഷ്ടപ്പെട്ടു. നാമജപം മാത്രമാണ് ഒരേ ഒരു രക്ഷ, വേറെ മറ്റൊന്നും നമുക്ക് രക്ഷയില്ല എന്ന് പറയും. ഇവിടെ ഞാൻ വേറൊരു ചെറിയ അനുഭവം കൂടെ പറയാം. ഞാൻ ഇതേപോലെ ഈ അടുത്ത ദിവസങ്ങൾ ഞാനിപ്പോഴും ഈ സീനിയർ സിറ്റിസണുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ വന്നത്. വേറൊരു പ്രായമായ അമ്മയെ ഞാൻ ഇതിനിടയിൽ കാണാൻ വഴിയുണ്ടായി. അപ്പോൾ അമ്മ സ്വന്തം മകൻ്റെ കൂടെ ആണ് വീട്ടിൽ താമസിക്കുന്നത്. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ അമ്മയ്ക്ക്. അമ്മ എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർ, ആ വീട്ടിലെ മറ്റംഗങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, കാര്യം അമ്മയ്ക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, പക്ഷെ നടക്കാൻ വയ്യ, ഒരേ സ്ഥലത്ത് ഇരിക്കുകയാണ്, വാക്കറിൽ അല്ലെങ്കിൽ ഈ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അമ്മയ്ക്ക് ആരെങ്കിലും എടുത്താലേ കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് സ്വയം ഒന്നിനും പറ്റില്ല. പക്ഷെ നല്ല ഓർമ്മയും മറ്റു കാര്യങ്ങളൊക്കെ കാഴ്ചയൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമ്മ എപ്പോഴും ആ വീട്ടിലെ മറ്റംഗങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും.
ഇത് നിരന്തരം ഈ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് വീട്ടിലുള്ള മകനുമായാലും മറ്റ് അംഗങ്ങൾക്കും ഇതൊരു വലിയ ശല്യമായി എന്നുള്ള മട്ടിലാണ് അവരുടെ പ്രതികരണം ഞാൻ കണ്ടത്. കാരണം ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനും, ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഈ അമ്മ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത് അവർക്ക്, ആ വീടിനകത്ത് ഉള്ള മറ്റംഗങ്ങൾക്ക് ഒരു അലോസരമായി മാറി. അപ്പോൾ ഈ അമ്മയോട് ഞാനപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ മറ്റെല്ലാം മറന്നിട്ട് വെറുതെ നാമം ജപിച്ചാൽ പോരെ, നമ്മൾ മറ്റൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടാകും. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത്, ഈ ആരോഗ്യമുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരനാമം നിറയ്ക്കാൻ നമ്മൾ സമയം കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ച സമയം അതിനുപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റും, ആ പ്രാക്ടീസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളിലേക്ക് വരാതാകും. അവിടെയാണ് പ്രശ്നം. ആ പ്രാക്ടീസ് നമ്മളിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് നമുക്കതിൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പ്രായാധിക്യത്തിൽ വരുന്ന സന്ദർഭത്തിൽ മുഴുവൻ സമയം നാമം ജപിക്കാനും നമ്മുടെ ഉള്ളിൽ നാമം മാത്രം നിലനിർത്താനും നമുക്ക് സാധ്യമാകാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഈ നാമജപം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. അപ്പോൾ നമുക്ക് പിന്നെ മറ്റൊന്നിലേക്കും ശ്രദ്ധയോ മനസ്സോ പോവുകയില്ല. അതുകൊണ്ടാണ് ശാരദാദേവി 1,00,000 നാമമാണ് ജപിച്ചുകൊണ്ടിരുന്നത്. 1,00,000 നാമത്തെ നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് അത് അചിന്ത്യമാണെന്ന് തോന്നും. പക്ഷേ 1,00,000 നാമം ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊന്നിനും സമയമില്ല. ആ നാമം നമ്മെ നയിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അതാണ് ഭഗവാൻ ഈ ഭാഗത്ത് പറഞ്ഞത്, നാമജപം അതുമാത്രമാണ് ഒരേ ഒരു രക്ഷ എന്ന് ഭഗവാനും ഇവിടെ ആ ഭാസ്കരാനന്ദ സ്വാമി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മണിമല്ലികനോട് പറഞ്ഞത് അത് ശരിയാണ്, നാമജപം മാത്രമാണൊരു രക്ഷ എന്ന് പറഞ്ഞാണ് ഈ ഭാഗം, മണിമല്ലികൻ്റെ ഈ ഭാഗം അവസാനിക്കുന്നത്. ഭജനാമൃതത്തിൽ അങ്ങനെയാണ്. തീർച്ചയായിട്ടും ആ ഒരു നാമം, ആ ഒരു പ്രാക്ടീസ് നമ്മൾ നിരന്തരം മറ്റെല്ലാം ഉപേക്ഷിച്ച് ഈ നാമത്തിലെ ആശ്രയിച്ച്, നാമജപത്തെ ആശ്രയിച്ച് പോയാൽ നാളെ നമ്മുടെ ഈ പ്രജ്ഞയ്ക്ക് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു ദിവസം വരും എന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഈ പ്രജ്ഞ ഈ നാമത്തെ മാത്രമേ കൈകാര്യം ചെയ്യൂ, ഹോൾഡ് ചെയ്യും ആ നാമത്തിലേക്ക്. കാര്യം മറ്റൊന്നിലേക്കും പോകില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ബോണ്ടയിലേക്കും ചായയിലേക്കും ഒക്കെ അപ്പോഴും ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കും. അത് ആ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ല, കാര്യം അത് മനസ്സിനെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ആ വിധത്തിലായതുകൊണ്ടാണ്. അപ്പം മനസ്സിനെ എങ്ങനെയാണ് ഈശ്വരനാമത്തിൽ പരിശീലിപ്പിക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ പ്രജ്ഞ അറ്റുപോകുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മെ നയിക്കാൻ ഈ നാമം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് മറ്റുള്ളവർക്കും സന്തോഷം നൽകും. നാമം ജപമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും സന്തോഷമായിരിക്കും. മറ്റെല്ലാ വിഷമങ്ങളും മാറി പോകും. അതേസമയം അനാവശ്യമായ ഇടപെടലുകളും അനാവശ്യമായ നമ്മുടെ താല്പര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് വേണ്ടപ്പെട്ടവരെ പോലും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. നാമജപം എല്ലാവരെയും സന്തോഷിപ്പിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാത്ത ആ നാമജപത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ എല്ലാം അന്ത്യത്തിലേക്ക് ആ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ ഓരോരുത്തരുടെ ഏതാണ്ട് 33 ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ കഥകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ അത് മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. ഈശ്വരനോടൊപ്പം എന്ന് പറഞ്ഞ് ആ കഥകളും ഇറങ്ങി. അതിലെല്ലാവരുടെയും രക്ഷ വന്നത് ഭഗവാന്റെ ആ ഭക്തി നാമജപത്തിൽ അടിയുറച്ച് നിന്നതുകൊണ്ടാണ് അവരെല്ലാം ആ ജീവിതം ഏറ്റവും സാർത്ഥകമാക്കി തീർത്തത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് നാമജപം അതുമാത്രമാണ് ഒരേ ഒരു രക്ഷ എന്ന് ഈ ഭാഗത്ത് പറഞ്ഞ് ഈ ഭാഗം അവസാനിക്കുന്നത്. മണിമല്ലികൻ്റെ ആ കഥ ഇവിടെ അങ്ങനെ അവസാനിക്കുക. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. എന്തോ കേട്ടിരുന്നോ? അല്ല, നമ്മുടെ അത് വളരെ ശരിയാണ്. നമ്മുടെ മനസ്സിനെ നാമത്തിലേക്ക് പരിശീലിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും അവസാനം.
വളരെ ബുദ്ധിമുട്ടായിപ്പോവും. ഞാൻ ഇപ്പോൾ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എത്രയോ പേരാണെന്നറിയും നാമം കിട്ടുന്നില്ല. അവർ പരിശീലിച്ചില്ല. വേണമെന്ന് വെച്ചാലും കിട്ടില്ല അവർക്ക്. അതാണ്, പരിശീലനമില്ല. ഇത് പരിശീലിച്ചാൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. നമുക്ക് വിചാരിക്കും നമ്മൾ ഇപ്പം നാമം ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നാമം ജപിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നെങ്കിലും ഇത് നമ്മുടെ ഒരു ശീലമായി മാറാത്തിടത്തോളം കാലം നമ്മുടെ ഓർമ്മ നശിക്കുന്ന സന്ദർഭത്തിൽ, നമ്മുടെ ആ പ്രജ്ഞ നമ്മളെ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ ഈ നാമം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയണം. അത് വലിയ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന കാര്യമാണ്. നാമം ജപിക്കാം, നമുക്ക് നാമം ജപിക്കാതെ